വെൽക്കം. തഹ്മനാണ്. എൻഡോക്രൈൻ സിസ്റ്റം, അനാറ്റമി ആൻഡ് ഫിസിയോളജി വീഡിയോ സീരീസിലെ നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ നമുക്ക് നോക്കേണ്ടത് ഒന്ന് ഹൈപ്പോതലാമസിൽ നിന്നുള്ള എൻഡോക്രൈൻ ഹോർമോൺസ് ഏതൊക്കെയാണ്. രണ്ടാമത്തെ നമുക്ക് നോക്കേണ്ടത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ നിന്നുള്ള എൻഡോക്രൈൻ ഹോർമോൺസ് ഏതൊക്കെയാണ്. ഇത് രണ്ടുമാണ് നമുക്ക് പ്രധാനമായിട്ട് അറിയേണ്ടത്. ആൻഡ് ഇതിനോടൊപ്പം തന്നെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ കൂടി ഒന്ന് പറയേണ്ടി വരും. ഒന്ന്, എന്താണ് ഹൈപ്പോതലാമിക് ഹൈപ്പോഫിസിയൽ പോർട്ടൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് നമുക്കൊന്ന് പറയണം. രണ്ടാമത്തത് നമുക്ക് പറയേണ്ടത് ഹൈപ്പോതലാമിക് ഹൈപ്പോഫിസിയൽ ട്രാക്ക് എന്ന് പറഞ്ഞാൽ എന്താ. സോ ഇതും കൂടി നമുക്കൊന്ന് പറയാം. സോ നമുക്ക് പറയേണ്ടത് ഹോർമോൺസ് ഓഫ് ദ ഹൈപ്പോതലാമസ് ആൻഡ് പിറ്റ്യൂട്ടറി ആൻഡ് ഓൾസോ റിലേറ്റഡ് തിങ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാം. ഇത് പറയുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ഈ ഹൈപ്പോതലാമസ് എവിടെയാണ്, ബ്രെയിനിൽ, ദെൻ പിറ്റ്യൂട്ടറി എവിടെയാണ്. സോ ഇത് നമുക്കൊന്ന് അറിയണം. നമുക്ക് ആദ്യം ഒന്ന് ഭാഗം വരയ്ക്കാം. സോ ദിസ് വിൽ ബി ദ സ്പൈനൽ കോർഡ്, ദെൻ കംസ് ദ മെഡുല്ല, ഇത് മെഡുല്ലയാണ്, ദെൻ കംസ് പോൺസ് ആണ്, ദെൻ കംസ് ദ മിഡ് ബ്രെയിൻ, ഇത് മിഡ് ബ്രെയിൻ ആണ്. ഇവിടെ നമ്മൾ സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ കോളിക്കുലസ് വരയ്ക്കുമ്പോൾ ദിസ് സൈഡ് വിൽ ബി ദ പോസ്റ്റീരിയർ സൈഡ് ആൻഡ് ദിസ് സൈഡ് വിൽ ബി ദ ആന്റീരിയർ സൈഡ്. ആൻഡ് ഇതിന്റെ മുകളിൽ ഇവിടെ തലാമസ് ഉണ്ട്. രണ്ട് തലാമസ് ഉള്ളതുകൊണ്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് തലാമസ്. സോ ഇതിന്റെ ഫ്രണ്ടിൽ, സോ ആന്റീരിയർ സൈഡ് ഓഫ് ദ തലാമസ് ആണ് ദിസ് ഹൈപ്പോതലാമസ് ഉള്ളത്. സോ നമുക്ക് ഹൈപ്പോതലാമസ് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ വരച്ചാൽ ഈ ഭാഗത്താണ് ഹൈപ്പോതലാമസ് ഉള്ളത്. ഹൈപ്പോതലാമസിന്റെ അടിഭാഗത്ത് ആണ് നമുക്ക് പിറ്റ്യൂട്ടറി ഉള്ളത്. നമ്മൾ ഇങ്ങനെയാണ് സാധാരണ വരയ്ക്കുക. സോ ദിസ് വിൽ ബി ദ ആന്റീരിയർ പിറ്റ്യൂട്ടറി ആൻഡ് ദിസ് വിൽ ബി ദ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി വിത്ത് എ സ്റ്റോക്ക്. ഇവിടെ ഒരു സ്റ്റോക്ക് കൂടിയുണ്ട്. ആൻഡ് ഇനി നമുക്ക് ഇവിടെ ഒരു സംഭവങ്ങൾ കൂടി, ഇങ്ങനെ ഒരു മെമിലറി ബോഡി, ഇത് മെമിലറി ബോഡിയും ഇത് ഒപ്റ്റിക് ചാസ്മയും കൂടി വരച്ചു കഴിഞ്ഞാൽ ഈ ഭാഗം ഓൾമോസ്റ്റ് ഓക്കെ. സോ നമുക്ക് ഈ ഭാഗത്തെ കുറിച്ചാണ് നമുക്ക് ഇനി പറയേണ്ടത് മൊത്തം. സോ ഇപ്പോൾ ഒരു ഏകദേശം പിടുത്തം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറിയും ഏകദേശം തൊട്ടടുത്താണ്. ദെൻ ദർ ഇസ് എ സ്റ്റോക്ക്. ഇത് കഴിഞ്ഞാൽ മുകളിൽ ഹൈപ്പോതലാമസ്, താഴെ പിറ്റ്യൂട്ടറി ഉണ്ട്. ആൻഡ് ഈ ഹൈപ്പോതലാമസ് ഒറ്റൊരു ഹൈപ്പോതലാമസ് ആണ്. തലാമസ് രണ്ടാണെങ്കിൽ ഇതിങ്ങനെ വളഞ്ഞു പോവുകയാണ് കേട്ടോ. ഇതൊന്ന് ഓർത്തിരിച്ചേക്കുക, ഇതൊന്ന് വളഞ്ഞു പോവുക. സോ ഹൈപ്പോതലാമസ് ഒറ്റ ഹൈപ്പോതലാമസ് ആണ്, ഇങ്ങനെ വളഞ്ഞു പോകുന്നു. നടുവിൽ നമുക്ക് എന്താ ഉള്ളത്, ഇതിനകത്ത് വെൻട്രിക്കിൾ ആണ്, തേർഡ് വെൻട്രിക്കിളിനകത്ത് CSF ഫ്ലൂയിഡ് ഒക്കെ ഉണ്ട്. സോ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം, നമുക്ക് ആവശ്യമൊന്നുമില്ല എങ്കിലും. സോ നമുക്കറിയേണ്ട ഇത്രേ ഉള്ളൂ. ദിസ് ഈസ് ഹൈപ്പോതലാമസ് ആൻഡ് ദിസ് ഈസ് പിറ്റ്യൂട്ടറി. ആൻഡ് പിറ്റ്യൂട്ടറിയിൽ തന്നെ ഇത് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി, പിറകുവശത്തുള്ള പിറ്റ്യൂട്ടറി, ഇത് ആന്റീരിയർ പിറ്റ്യൂട്ടറി. സോ ഇത്രയും ക്ലിയർ ആണല്ലോ. ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന്, ഇവിടെ നിന്ന് രണ്ടും കൂടി ചേർത്തിട്ടാണ് ആന്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ. നമ്മളൊരു 8+1 സാറിന് 8 വരെ ഉള്ളൂ ഹോർമോൺസ് നമ്മൾ ഉണ്ടാവുന്നത് പറയും, ആന്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ ചേർത്തിട്ട്. ദെൻ പിറ്റ്യൂട്ടറി എന്ന് പറയുന്ന ഒരു എക്സ്ക്ലൂസീവ്ലി എൻഡോക്രൈൻ ആണ് എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ഓൺലി എൻഡോക്രൈൻ ഫംഗ്ഷൻസ്. ആൻഡ് ഫ്രം ഹൈപ്പോതലാമസിൽ നിന്ന് നമ്മൾ ഒരു 8 ഹോർമോൺസ് ഉണ്ടാവുന്നതായിട്ട് നമ്മൾ പറയും. ഈ ഹൈപ്പോതലാമസ് ഒരു ബഹുമുഖ പ്രതിഭയാണ്. എൻഡോക്രൈൻ സെക്രീഷൻസ് മാത്രമല്ല, മറ്റ് പല 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 ഫംഗ്ഷൻസുകളുണ്ട്. അതിൽ ഒരു ഫംഗ്ഷൻ മാത്രമാണ് ഈ എൻഡോക്രൈൻ ഫംഗ്ഷൻ എന്ന് പറയും. ആൻഡ് ഇതിൽ പിറ്റ്യൂട്ടറിയെ നിയന്ത്രിക്കുന്ന ഹോർമോൺസ് ആണ് അധികവും. സോ തൊട്ട് മുകളിലാണ് എനിക്ക് ഇവിടെ ഇങ്ങോട്ടേക്ക് വിടുന്നത്. ഇവൻ എന്ത് ചെയ്യുന്നു, ഇവൻ ആരൊക്കെ എന്തൊക്കെ ചെയ്യണം എന്ന കാര്യങ്ങൾ നിയന്ത്രിക്കലാണ്. സോ പ്രധാനമായിട്ടും റിലീസിംഗ് ആൻഡ് ഇൻഹിബിറ്ററി ഹോർമോൺസ് ഓഫ് ദ പിറ്റ്യൂട്ടറി ആണ് ഹൈപ്പോതലാമസിൽ നിന്ന് വരുന്നതെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഹൈപ്പോതലാമിക് ഹോർമോൺസ് കേൾക്കുമ്പോൾ തന്നെ അതിന്റെ കൂടെ റിലീസിംഗ് ഹോർമോൺ ഉണ്ടാകും, ഇൻഹിബിറ്ററി ഹോർമോൺസ്, ഇങ്ങനെ ഒരു പേര് കൂടി അതിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഇത് മാസ്റ്റർ ഗ്ലാൻഡ് ആണ് നമ്മൾ പറയുകയാണെങ്കിൽ, ഇത് മാസ്റ്ററുടെ മാസ്റ്റർ ആണ്. നമുക്ക് ആദ്യം പിറ്റ്യൂട്ടറി എന്ന് അടുത്ത് കാണാം. ഇത് ഹൈപ്പോതലാമസ് ആണ്. ഈ ഭാഗം നമുക്ക് വലിയ ഇമ്പോർട്ടന്റ് അല്ല തൽക്കാലം. ഇപ്പോൾ പിറ്റ്യൂട്ടറി ഒരു പി ഷേപ്ഡ് ഗ്ലാൻഡ് ആണ്. നമ്മൾ ഫേഷ്യൽ ബോൺസ് ഒക്കെ പഠിക്കുമ്പോൾ എത്തമോയിഡ്, സ്ഫിനോയിഡ് എന്നൊക്കെ പറഞ്ഞ ബോൺ പഠിച്ചിട്ടുണ്ടാവും. സോ ഈ ഫിനോയിഡ് ബോണിന്റെ ഒരു ഭാഗത്ത് ഒരു ചെറിയൊരു ഡിപ്രഷൻ ഉണ്ട്. ഈ ഡിപ്രഷനെ നമ്മൾ വിളിക്കുക സെല്ലാറ്റൂറിസിക്ക എന്നാണ് വിളിക്കുക. ഈ സെല്ലാറ്റൂറിസിക്കയുടെ അകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ദിസ് ഈസ് ദ സെല്ലാറ്റൂറിസിക്ക ഓഫ് ദ സ്ഫീനോയിഡ് ബോണ്ട് അറ്റ് സെല്ലാറ്റൂറിസിക്കയാണ്. അതിനകത്ത് ഇതിങ്ങനെ ഇരിക്കുക. ആൻഡ് ഇത് ഹൈപ്പോതലാമസുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഈ ഭാഗം ഈ ഭാഗം ഒരു സ്റ്റോക്ക് ലൈക്ക് ഭാഗമാണ്. ഇതിനെ നമ്മൾ വിളിക്കുക ഇൻഫെന്റിബുലം എന്നാണ് ഈ ഭാഗത്തെ നമ്മൾ വിളിക്കുക. ആൻഡ് ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഒറ്റയാളല്ല, നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. അനാറ്റമിക്കലി ഡബിൾ ആണ് ആൻഡ് ഓൾസോ ഫംഗ്ഷനലി ഡബിൾ ആണ്. സോ രണ്ടും രണ്ട് തരം വ്യത്യസ്ത തരം ഏരിയാസ് ആണ് പിറ്റ്യൂട്ടറിക്കുള്ളത്. ഒന്ന് ആന്റീരിയർ പിറ്റ്യൂട്ടറി, ഒന്ന് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. സോ ആള് ഡബിൾ ആണ്. സോ നമുക്ക് ആദ്യം ഈ ആന്റീരിയർ പിറ്റ്യൂട്ടറി. സോ ദിസ് വിൽ ബി ദ ആന്റീരിയർ പിറ്റ്യൂട്ടറി. ഇത് ആന്റീരിയർ പിറ്റ്യൂട്ടറി ആണ്. ആൻഡ് ദിസ് വിൽ ബി ദ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഭാഗം ഇതാണ്. സോ ഈ ഭാഗത്തെ കുറിച്ച് നമുക്ക് ആദ്യം പറയാം. ഈ ആന്റീരിയർ പിറ്റ്യൂട്ടറിക്ക് വേറൊരു പേര് കൂടിയുണ്ട്. അതിനെ നമ്മൾ വിളിക്കുക അഡിനോ ഹൈപ്പോഫൈസിസ് എന്ന വാക്ക് നമ്മൾ പിറ്റ്യൂട്ടറിയെ കുറിച്ച് പറയാനായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ്. ആൻഡ് മൊത്തം പിറ്റ്യൂട്ടറിയുടെ, ഇതിപ്പോ ചെറുതായിട്ട് തോന്നുന്നുണ്ട്, ഞാൻ വരച്ച് മൊത്തം എടുക്കുകയാണെങ്കിൽ 4/3 ഭാഗം, 3/4 ഈസ് ദിസ് അഡിനോ ഹൈപ്പോഫൈസിസ് ആണ്. ഇതാണ് ഏറ്റവും വലുത്. ഈ ആന്റീരിയർ പിറ്റ്യൂട്ടറിയെ നമ്മൾ പല റീജിയൻസ് ആയി കഴിഞ്ഞാൽ ഈ ദൂരെയുള്ള ഭാഗം, ദിസ് ഏരിയ, ഈ ഏരിയ നമ്മൾ ദൂരെയുള്ള ഭാഗമാണ്. സോ പാർസ് ഡിസ്റ്റാലിസ് എന്നാണ് വിളിക്കുക, എന്ന് വിളിക്കും. ആൻഡ് ഈ ഭാഗം, ഈ സ്ലെൻഡർ ആയിട്ടുള്ള
ഭാഗത്തുള്ള ഈ ഭാഗത്തെ നമ്മൾ പാർസ് തന്നെയാണ് ട്യൂബറാലിസ് എന്ന് വിളിക്കും. ആൻഡ് ഈ നടുഭാഗത്തെ വേണമെങ്കിൽ നമുക്ക് പാഴ്സ് ഇന്റർമീഡിയ എന്നും പറയാറുണ്ട്. ഇനി ആന്റീരിയർ പിറ്റ്യൂട്ടറിക്കുള്ള ബ്ലഡ് സപ്ലൈയുടെ പാറ്റേൺ, സോ ഈ ബ്ലഡ് സപ്ലൈയുടെ പാറ്റേണും ഈ ബ്ലഡ് സപ്ലൈയുടെ പാറ്റേണും ഇവിടെയുള്ള പാറ്റേണും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നോക്കുക. സോ ഇതൊരു പോർട്ടൽ സിസ്റ്റം ആണ്. പോർട്ടൽ സിസ്റ്റം ബ്ലഡ് സപ്ലൈ ആണ്. ഒരു പോർട്ടിൽ നിന്ന് മറ്റു പോർട്ടിലേക്ക്. ഇവിടെ ആദ്യത്തെ പോർട്ട് ഹൈപ്പോതലാമസ് ആണ്. സോ ഹൈപ്പോതലാമസിൽ വന്ന് ഒരു ബ്ലഡ് വെസൽ അല്ലെങ്കിൽ ഒരു ആർട്ടറീസ് വന്ന് അവസാനിക്കും. ആൻഡ് ഈ വന്ന് അവസാനിക്കുന്ന ഇവിടെ വന്ന് അവസാനിക്കുന്ന ഈ ഹൈപ്പോതലാമസിൽ വന്ന് ചേരുന്ന, അവസാനിക്കല്ല, വന്ന് ചേരുന്ന ആർട്ടറീസിന്റെ പേര് സുപ്പീരിയർ, മുകളിലുള്ളതാണ് ഹൈപ്പോഫിസിയൽ. സുപ്പീരിയർ ഹൈപ്പോഫിസിയൽ ആർട്ടറി ആണ് ഇവിടെ വന്ന് ചേരുക. ഞാൻ റെഡ് കളറിൽ വരയ്ക്കാം. സോ ദിസ് ഈസ് സുപ്പീരിയർ ഹൈപ്പോഫിസിയൽ ആർട്ടറി ഇവിടെ വന്ന് ചേരുകയാണ്. ആൻഡ് ഇത് ഇവിടെ വെച്ചിട്ട് പിരിയുന്നു. പിരിഞ്ഞ് പല ഇതായിട്ട് അതിനെ നമ്മൾ പ്ലക്സസ് എന്നാണ് വിളിക്കുക. സോ പ്രൈമറി പ്ലക്സസ് ഫോം ചെയ്യുന്നു. സോ ഹൈപ്പോതലാമസിൽ ഇത് പ്രൈമറി പ്ലക്സസ് ഫോം ചെയ്യുന്നു. അവിടെ നിന്ന് തന്നെ പിന്നെ വരച്ചിരിക്കുന്നത് നീല കളറിലാണ്. നീല കളറിൽ വരച്ചിരിക്കുന്നത് വെയിൻ ആണ്. സോ ദിസ് വിൽ ബി ദ വെയിൻസ് ആൻഡ് ദിസ് ഈസ് കോൾഡ് ആസ് ദ ഹൈപ്പോഫിസിയൽ പോർട്ടൽ വെയിൻ. സോ ഇതിനെ നമ്മൾ ഹൈപ്പോഫിസിയൽ എന്ന് വെച്ചാൽ പിറ്റ്യൂട്ടറി തന്നെയാണ്, പോർട്ടൽ വെയിൻ. സോ ഈ പോർട്ടിൽ നിന്ന് ഈ പോർട്ടിലേക്ക് പോകുന്നതുകൊണ്ടാണ് പോർട്ടൽ വെയിൻ എന്ന് പറയുന്നത്. ആൻഡ് ഇത് നേരെ പോകുന്നത്, ഈ പോർട്ടൽ വെയിൻ നേരെ പോകുന്നത് ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലേക്കാണ്. സോ ദിസ് ഈസ് ആന്റീരിയർ പിറ്റ്യൂട്ടറി ആണ്. ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ വീണ്ടും അത് പിരിഞ്ഞ് പലതാവുന്നു. സോ അതിന് നമുക്ക് സെക്കൻഡറി പ്ലക്സസ് എന്ന് പറയാം. സോ ഇവിടെ പ്രൈമറി പ്ലക്സസ്, അത് വെയിനായി ദെൻ സെക്കൻഡറി പ്ലക്സസ് ആയിട്ട് മാറും. സോ നമുക്കിപ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? സോ ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലേക്ക് മാത്രമായിട്ട് ഒരു ബ്ലഡ് സപ്ലൈ വരുന്നില്ല. ഹൈപ്പോതലാമസിൽ നിന്ന് വരുന്ന ബ്ലഡ് സപ്ലൈയുടെ വെയിനാണ് ഇങ്ങോട്ടേക്ക് വരിക. സോ ഇതുകൊണ്ട് എന്താണ് ഗുണം എന്ന് വെച്ചാൽ, ഹൈപ്പോതലാമസിൽ ബ്ലഡ് എത്തി, ഇവിടെ ഉണ്ടാകുന്ന ഹോർമോൺസ്, എല്ലാ ഹോർമോൺസും ബ്ലഡിലൂടെ ഈ വെയിനിലേക്കായിരിക്കും പോവുക. സോ അത് നേരെ വന്നെത്തിച്ചേരുക ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലേക്കായിരിക്കും. ദാറ്റ് മീൻസ് ഓൾ ഹോർമോൺസ് ഫ്രം ദ ഹൈപ്പോതലാമസ് ക്യാൻ ആക്ട് ഇൻ ദ പിറ്റ്യൂട്ടറി. ഇവിടെ ഉണ്ടാക്കുന്ന എല്ലാ ഹോർമോൺസിനും ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ വന്ന് ആക്ട് ചെയ്യാനായിട്ട് പറ്റും. വേറെ ഇതിൽ പറഞ്ഞാൽ ഹൈപ്പോതലാമിക് ഹോർമോൺസ് എല്ലാം തന്നെ ആക്ട് ചെയ്യുന്നത് ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലാണ്. സോ ഇവിടെ നിന്ന് റിലീസ് ചെയ്യുന്ന എല്ലാ ഹോർമോൺ, ഹൈപ്പോതലാമിക് ഹോർമോൺസ് ഓൾ ആർ ആക്ടിങ് ഇൻ ദ ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലാണ് ആക്ട് ചെയ്യുക. സോ ദീസ് ഹൈപ്പോതലാമിക് ഹോർമോൺസ് എല്ലാം തന്നെ പിറ്റ്യൂട്ടറിയിലേക്ക് വേണ്ടി മാത്രമുള്ള ഹോർമോൺസ് ആണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനിയിപ്പോ ഫൈനലായിട്ട് പറയുകയാണെങ്കിൽ ഈ സെക്കൻഡറി പ്ലക്സസ് ഉണ്ടായി, അതെല്ലാം കൂടി ചേർന്നിട്ട് കാവർണസ് സൈനസ് എന്ന് പറയുന്ന, ദിസ് ഇസ് കാവർണസ് സൈനസ് ആയി. കാവർണസ് സൈനസ് ആയിട്ട് താഴത്തേക്ക് പിന്നെ ആന്റീരിയർ ഹൈപ്പോഫിസിയൽ വെയിൻ ആയിട്ട് പുറത്തേക്ക് പോകും. സോ ദിസ് ഇസ് പോർട്ടൽ സിസ്റ്റം. ഈ പോർട്ടൽ സിസ്റ്റത്തെയാണ് നമ്മൾ എന്ന് വിളിക്കുക ഹൈപ്പോതലാമിക്. സോ ഹൈപ്പോതലാമസ് എന്ന് വരുന്നുണ്ട് ഹൈപ്പോതലാമിക്. ഹൈപ്പോഫിസിയൽ എന്ന് വെച്ചാൽ ആന്റീരിയർ പിറ്റ്യൂട്ടറി ആണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആന്റീരിയർ പിറ്റ്യൂട്ടറി പോർട്ടൽ സിസ്റ്റം എന്ന് നമ്മൾ വിളിക്കുന്നത് ഇതാണ്. കാരണം ഹൈപ്പോതലാമസിൽ നിന്ന് ബ്ലഡ് ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലേക്കാണ് പോകുക. സോ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. സോ ഹൈപ്പോതലാമസിൽ നിന്നുള്ള ഹോർമോണൽ സെക്രീഷൻസ് ക്യാൻ ഡയറക്ട്ലി കൺട്രോൾ ദ ആന്റീരിയർ പിറ്റ്യൂട്ടറി എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമുക്ക് സെക്കൻഡ് പാർട്ട്, ദ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയെ കുറിച്ച് പറയാം. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി, അതിന്റെ വേറൊരു പേര് ന്യൂറോ ഹൈപ്പോഫൈസിസ് എന്നാണ്. ന്യൂറോ ഹൈപ്പോഫൈസിസ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. ആൻഡ് ഇതിനും ഒരു ഇൻഫെന്റിബുലർ പാർട്ട് ഉണ്ട്. സോ ദിസ് പാർട്ട് ഇസ് ദ ഇൻഫെന്റിബുലം. ആൻഡ് ഈ ദൂരെയുള്ള ഭാഗത്തെ ഇവിടെ നമ്മൾ പാസ് ഡിസ്റ്റാലിസ് എന്നാണ് വിളിച്ചെങ്കിൽ ഇവിടെ നമ്മൾ വിളിക്കുക പാർസ് തന്നെയാണ്. പക്ഷെ അടുത്ത ഭാഗം നെർവോസ എന്നാണ് നമ്മൾ വിളിക്കുക. ഇവിടെയും ന്യൂറോ ഉണ്ട്, ഇവിടെയും നെർവോസ ഉണ്ട്. ആക്ച്വലി ദിസ് പാർട്ട് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഈസ് എ പാർട്ട് ഓർ എക്സ്റ്റൻഷൻ ഓഫ് ദ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്. ഇവിടെ ഫുൾ ന്യൂറോൺസ് ആണ് ഉള്ളത്. സോ ആന്റീരിയർ പിറ്റ്യൂട്ടറി വാസ് അഡിനോ ഹൈപ്പോഫൈസ് ആണെങ്കിൽ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഈസ് ന്യൂറോ ഹൈപ്പോഫൈസിസ് ആണ്. ഇനി പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിലെ ബ്ലഡ് സപ്ലൈ നോക്കുക. ഇത് നേരത്തെ കണ്ട പോലെയുള്ള പോർട്ടൽ അല്ല, ഇത് പോർട്ടലായിരുന്നു. ഇത് പക്ഷേ ഇറ്റ്സ് നോട്ട് പോർട്ടൽ. നേരിട്ട് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിലേക്ക് നേരിട്ട് ബ്ലഡ് സപ്ലൈ ഉണ്ട്. ഒരു ബ്ലഡ് വെസൽ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഈ ബ്ലഡ് വെസലിന്റെ പേര് ഓർത്തിരുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇൻഫീരിയർ ഹൈപ്പോഫിസിയൽ ആർട്ടറീസ് എന്നാണ് ഇതിന് പറയുന്നത്. ആൻഡ് ഇത് വീണ്ടും പ്രൈമറി പ്ലക്സ് ആവും, ദെൻ വെയിൻ ആകും, ദെൻ താഴത്തേക്ക് പൊക്കോളും. ഇതിനെ കുറിച്ച് നമുക്ക് കാര്യമായിട്ട് പറയാനുള്ള ഈ ഭാഗത്തുള്ള പോർട്ടൽ സിസ്റ്റത്തെ കുറിച്ചിട്ടാണ് നമുക്ക് കൂടുതലായിട്ട് പറയാൻ. സോ ഇതാണ് അപ്പോൾ ആന്റീരിയർ പിറ്റ്യൂട്ടറി ആൻഡ് ഇതാണ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്സ്. അപ്പോൾ ഇനി നമുക്ക് ഏതെല്ലാം ഹോർമോൺസ് ആണ് ഇവ ഉണ്ടാക്കുന്നത് എന്നാണ് നമുക്ക് പറയേണ്ടത്. നമുക്ക് ആദ്യം പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺസ് പറയാം, കാരണം അത് എളുപ്പമാണ്. ആകെ 2 എണ്ണം പറഞ്ഞാൽ മതി. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി നമ്മൾ പറഞ്ഞു, ഇത് നെർവസ് സിസ്റ്റത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്, ഭാഗമാണ്. പേര് തന്നെ ന്യൂറോ ഹൈപ്പോഫൈസിസ് എന്നാണ്. സോ ദിസ് ഈസ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. ഇതാണ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഭാഗം. അപ്പോൾ ഉണ്ടാവുന്നത് ഹോർമോൺ തന്നെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബിക്കോസ് നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗമാകുമ്പോൾ ഹോർമോൺ ആണോ, അപ്പൊ നമുക്ക് അതിനെ എന്ത് വിളിക്കാന്ന് വെച്ചാൽ നമുക്ക് ന്യൂറോ എൻഡോക്രൈൻ ഹോർമോൺസ് എന്ന് വിളിക്കാം. അതാണ് കുറച്ചും കൂടി നല്ല പേര്. ന്യൂറോ എൻഡോക്രൈൻ ഹോർമോൺസ് എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും നമ്മൾ സാധാരണ ഹോർമോൺസ് തന്നെയാണ് കേട്ടോ പറയാ. ആക്ച്വലി
പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിലെ സെൽസിന്റെ പേര്, ഇവിടെയുള്ള ഈ സെൽസിന്റെ പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പിറ്റ്യൂട്ടിസൈഡ്സ് എന്നാണ് വിളിക്കുക. പിറ്റ്യൂട്ടിസൈഡ്സ് ആക്ച്വലി ഇത് നമ്മൾ നെർവസ് സിസ്റ്റത്തിലേക്ക് കണ്ട ആസ്ട്രോസൈറ്റ്സ് ആണ് സാധനം. ആസ്ട്രോസൈറ്റ്സ് എന്തെങ്കിലും ഉണ്ടാക്കുമോ? ഇല്ല. അപ്പൊ പിന്നെ ആരാണ് ഇതൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കുക? ഇതിന് സ്വന്തമായിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ പിന്നെ ആരാണ് ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നത് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി സ്വന്തമായിട്ട് ഒരു ഹോർമോൺ ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ പിന്നെ ഈ രണ്ട് ഹോർമോൺസ് എവിടെ നിന്ന് വരുന്നു എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പണിയൊക്കെ ചെയ്യുന്നത് മുകളിലുള്ള ഹൈപ്പോതലാമസ് ആണ്. ഈ ഹോർമോൺസ് ഒക്കെ സത്യത്തിൽ ഉണ്ടാകും. ഹൈപ്പോതലാമസിലുള്ള ഒരു ന്യൂറോൺ ഇത് ഹൈപ്പോതലാമസിന്റെ ഒരു ഭാഗമാണ്. ഈ ന്യൂറോൺ ഇതൊരു ന്യൂറോൺ ആണെങ്കിൽ അതിന്റെ ആക്സോൺ ന്യൂറോണിന്റെ ആക്സോൺ ഇങ്ങനെ താഴത്തേക്ക് പോയി ഈ ആക്സോൺ ടെർമിനൽ വന്ന് അവസാനിക്കുന്ന സ്ഥലം മാത്രമാണ് ഈ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. സോ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഹൗസസ് ദ ആക്സോൺ ടെർമിനൽസ് ഓഫ് ദ ന്യൂറോൺസ് ഓഫ് ദ ഹൈപ്പോതലാമസ്. സോ ആക്ച്വലി ഹോർമോൺസ് ഉണ്ടാക്കുന്നത് ഹൈപ്പോതലാമസ് ആണ്. പുറത്തു വരിക പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിലൂടെയാണ്. ഇതുകൊണ്ടാണ് നമ്മൾ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്ന് വരുന്ന ഹോർമോൺസ് എന്ന രീതിയിൽ നമ്മൾ പറയാം രണ്ട് ഹോർമോൺസ് ഉണ്ട്. സോ ഏതെല്ലാമാണ് രണ്ട് ഹോർമോൺസ് എന്ന് വെച്ചാൽ ആദ്യത്തേത് ദിസ് ഹൈപ്പോതലാമസിലെ ഒരു ന്യൂക്ലിയസ് ആണ്. ഇതിനെ നമുക്ക് പാരാവെൻട്രിക്കുലാർ ന്യൂക്ലിയസ് PVN എന്ന് വിളിക്കാം. പേര് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പാരാവെൻട്രിക്കുലാർ ന്യൂക്ലിയസിന്റെ ആക്സോൺ ടെർമിനലാണ് ഈ പോകുന്നത്. ഈ പിങ്ക് പോലത്തെ കളർ, പിങ്ക് അല്ല റോസ് കളർ താഴത്തേക്ക് വരുന്നു. ആൻഡ് ഇതിന്റെ ആക്സോൺ ടെർമിനൽസിൽ നിന്ന് വിടുന്ന ഹോർമോണിന്റെ പേര്, സോ ഇവിടെ നിന്ന് വരുന്ന ഹോർമോണിന്റെ പേര് നമുക്ക് ഫേമസ് ഹോർമോൺ ആണ്. ഓക്സിറ്റോസിൻ എന്നാണ് ഇതിന്റെ പേര്. ലവ് ഹോർമോൺ ആണ്, അല്ലെങ്കിൽ സോഷ്യലൈസിംഗ് ഹോർമോൺ ഒക്കെ ഓക്സിറ്റോസിൻ ആണ്. സോ ഇറ്റ്സ് ദ ഫസ്റ്റ് ന്യൂറോ എൻഡോക്രൈൻ ഹോർമോൺ ഫ്രം ദ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. സോ വൺ ഈസ് ഓക്സിറ്റോസിൻ. ഇനി ഇതേപോലെ ഒരുപാട് ന്യൂക്ലിയസ് ഉണ്ട്. നമുക്കറിയാം ഹൈപ്പോതലാമസിൽ 10-16ഓളം ന്യൂക്ലിയസ് ഉണ്ട്. ഇനി മറ്റൊരു ന്യൂക്ലിയസ് ഇതൊരു ന്യൂക്ലിയസ് ആണ്. ഈ ന്യൂക്ലിയസിന്റെ പേര് സുപ്രാ ഓപ്റ്റിക് ന്യൂക്ലിയസ് ആണ്. സുപ്രാ ഓപ്റ്റിക് ന്യൂക്ലിയസ്. ആ ന്യൂക്ലിയസിന്റെ അകത്തുള്ള സെൽ ബോഡിയാണ്. അതിന്റെ ആക്സോണും ഇങ്ങോട്ടേക്ക് ഇങ്ങനെ അങ്ങോട്ട് പോയി ഇവിടെ വന്നിട്ട് ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ നമ്മളിപ്പോൾ തന്നെ ന്യൂറോ എൻഡോക്രൈൻ ഹോർമോൺ അല്ലെങ്കിൽ ഹോർമോൺ റിലീസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഹോർമോണിന്റെ പേരും വളരെ ഫേമസ് ആണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഈ ഹോർമോണിന്റെ പേര് രണ്ടാമത്തെ ഹോർമോൺ ആണ് ADH, ആന്റി ഡയൂറിറ്റിക് ഹോർമോൺ. ഓർ വേറെ പേര് വാസോപ്രസിൻ എന്നും നമ്മൾ ഇതിനെ വിളിക്കും. വാസോപ്രസിൻ ഓർ ADH എപ്പോഴാണ് ഉണ്ടാവുക? അത് നമ്മുടെ ശരീരത്തിൽ എപ്പോഴെങ്കിലും ജലാംശം കുറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബ്ലഡിന്റെ ഓസ്മോളാലിറ്റി കൂടിക്കഴിഞ്ഞാൽ അപ്പോഴത്തേക്കും ഇത് ആക്ടിവേറ്റഡ് ആകും, ഇതിൽ നിന്ന് റിലീസ് ചെയ്യും. സോ ഇത് രണ്ടുമാണ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്നുള്ള രണ്ട് ഹോർമോൺസ്. സോ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി സെക്രീറ്റ്സ് ഓക്സിറ്റോസിൻ ആൻഡ് ADH. ആക്ച്വലി ദീസ് ആർ സെക്രീഷൻസ് ഫ്രം ദ ഹൈപ്പോതലാമസ് ആണ് എന്നും കൂടി ഓർത്തിരിക്കുക. ഇനി നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം കൂടി കാണാം. ഈ പാരാവെൻട്രിക്കുലാർ ന്യൂക്ലിയസ് നിന്ന് പോകുന്ന ഈ ആക്സോൺ ഇങ്ങോട്ടേക്ക് പോകുന്നു. സൂപ്രോപ്റ്റിക് ന്യൂക്ലിയസ് വരുന്ന ആക്സോൺ ഇങ്ങോട്ട് പോകുന്നു. സോ 1-2 ആക്സോൺ അല്ല വരിക, രണ്ടിൽ നിന്നും കൂടി ഏകദേശം 10,000-ഓളം ആക്സോൺ ആണ് ഇങ്ങോട്ടേക്ക് പോവുക. രണ്ടും പോകുന്നത് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിലേക്കാണ് പോവുക. സോ അതൊരു ബണ്ടിലായിട്ടാണ് ഇങ്ങനെ പോവുക, ബണ്ടിലായിട്ട് പോകുന്നു. സോ ഈ ബണ്ടിലിനെ, ഈ ആക്സോണൽ ബണ്ടിലിനെ ഹൈപ്പോതലാമസിൽ നിന്ന് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിലേക്ക് പോകുന്ന ഈ ബണ്ടിലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈപ്പോതലാമോ ഹൈപ്പോഫിസിയൽ ബണ്ടിൽസിനെ നമ്മൾ ട്രാക്ട് എന്നാണ് വിളിക്കുക. സോ ഇതിനെ നമുക്ക് ഹൈപ്പോതലാമോ ഹൈപ്പോഫിസിയൽ ട്രാക്ട് എന്ന് പറയുന്നത് ഇതാണ്. സോ ഹൈപ്പോതലാമോ ഹൈപ്പോഫിസിയൽ ട്രാക്ട് ഈസ് ഇൻ ദ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ആണ്. ഹൈപ്പോതലാമോ ഹൈപ്പോഫിസിയൽ പോർട്ടൽ സിസ്റ്റം എന്ന് പറയുന്നത് ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലാണെന്നും കൂടി ഒന്ന് ഓർത്ത് വെച്ചത്. സോ ഇവിടെ നമ്മളിപ്പോൾ രണ്ട് ഹോർമോൺസ് കണ്ടു ഫ്രം ദ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. അപ്പൊ ഇനി നമുക്ക് പറയേണ്ടത് ആന്റീരിയർ പിറ്റ്യൂട്ടറി ഓർ അഡിനോ ഹൈപ്പോഫൈസിസിൽ നിന്ന് വരുന്ന ഹോർമോൺസ് ഏതൊക്കെയാണെന്നാണ് നമുക്ക് പറയേണ്ടത്. ആൻഡ് ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പല കളറിൽ വരച്ചിട്ടുണ്ട്. ഏകദേശം 5 കളർ ഉള്ള പടമാണ് ഞാൻ ഈ വരച്ചിരിക്കുക. ആൻഡ് 5 തരം സെൽസ് ഉണ്ട്. ഇതിന്റെ സ്റ്റെയിനിങ് പ്രോപ്പർട്ടി അനുസരിച്ച് നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ക്രോമോഫോർസ് എന്ന് വിളിക്കാം. ക്രോമോഫോർസ് ആൻഡ് ക്രോമോഫിൽസ്. ഫോർസും ഫിൽസും. ഈ ഫോർസ് മീൻസ് ദീസ് ആർ ബേസൽ സെൽസ് ആണ്. ഭാവിയിൽ അത് ഫിൽസ് ആയിട്ട് മാറുന്നതാണ്. ആൻഡ് ഈ 5 തരം സെൽസും ക്രോമോഫിൽ സെൽസ് തന്നെയാണ്. സോ ഇതിൽ നിന്ന് വരുന്ന ഹോർമോൺസിനെ നമ്മൾ വിളിക്കുക ട്രോപ്പിക് ഹോർമോൺസ് എന്നാണ്. എല്ലാത്തിന്റെ പേരിൽ ട്രോപ്പിക് ഹോർമോൺസ്. എന്താണ് ഈ ട്രോപ്പിക് ഹോർമോൺസ്? ട്രോപ്പിക് മീൻസ് വൺസ് വിച്ച് ക്യാൻ റെഗുലേറ്റ് ദ ഫങ്ഷൻസ് ഓഫ് അതർ സെൽസ്. മറ്റേതെങ്കിലും സെല്ലുകളുടെ ഫംഗ്ഷനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അതിനെയാണ് നമ്മൾ ട്രോപ്പിക് എന്ന് പറയുക. കാരണം ഇതിൽ നിന്ന് വരുന്ന എല്ലാം തന്നെ മറ്റ് എൻഡോക്രൈൻ ഗ്ലാൻസിന്റെ സെക്രീഷനെ റെഗുലേറ്റ് ചെയ്യുന്നതാണ്. എക്സെപ്റ്റ് വൺ, ഗ്രോത്ത് ഹോർമോൺ, അതും കുറച്ച് റെഗുലേഷൻ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് എല്ലാം തന്നെ ട്രോപ്പിക് ഹോർമോൺസ് ആണ്. ആൻഡ് ഈ 5 തരം സെൽസിനെ നമ്മൾ ബേസിക് ആയിട്ട് 2 തരമാക്കി കഴിഞ്ഞാൽ വൺ ഈസ് ആസിഡോഫിലിക് സെൽസ് എന്നാക്കാം. ആസിഡോഫിലിക് മീൻസ് ആസിഡ് സ്റ്റെയിൻ എടുക്കുന്നതാണ്. അത് ഏകദേശം 35% ആസിഡോഫിലിക് ആണ്. ദെൻ രണ്ടാമത്തത് ബേസോഫിലിക് ആണ്. ബേസോഫിലിക് മീൻസ് ബേസിക് സ്റ്റെയിൻ എടുക്കുന്നത്. അത് ഏകദേശം 15% ബേസോഫിലിക് സെൽസ് ആണ് അതിനകത്തുള്ളത്. ഈ ആസിഡോഫിലിക് തന്നെ 2 തരമുണ്ട്. ആസിഡോഫിലിക്കിനെ നമ്മൾ 2 ആയി കഴിഞ്ഞാൽ വൺ ഈസ് സൊമാറ്റോട്രോപ്സ്. എല്ലാം ട്രോപ്പാണെന്ന് പറഞ്ഞു. സൊമാറ്റോട്രോപ്സ് സെൽസുകളെയാണ് നമ്മൾ വിളിക്കുന്നത്.
വിളിക്കുക. രണ്ടാമത്തത് ലാക്ടോട്രോപ്സ്. സോ ലാക്ടോട്രോപ്സ് ആൻഡ് സൊമാറ്റോട്രോപ്സ്. ഏതെങ്കിലും രണ്ട് കളർ നമുക്ക് സൊമാറ്റോയും ലാക്ടോയും ആക്കാം. ബേസോഫിലിക് 3 എണ്ണാണുള്ളത്. ഒന്ന് കോർട്ടിക്കോട്രോപ്സ് ആണ്, കോർട്ടിക്കോട്രോപ്സ്. രണ്ടാമത്തത് തൈറോട്രോപ്സ് ആണ്, തൈറോട്രോപ്സ് ആണ്. ആൻഡ് മൂന്നാമത്തത് ഉള്ളത് ഗൊണാഡോട്രോപ്സ് ആണ്, ഗൊണാഡോ. സോ ഇങ്ങനെ 5 തരം ട്രോഫിക് ഓർ ക്രോമാഫിൽ സെൽസ് ആണ് ഈ ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നമുക്കുള്ളത്. അപ്പൊ ഇനി നമുക്ക് ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലെ ഹോർമോൺസ് നമുക്ക് പറയാം. ആൻഡ് ഇത് പറയുമ്പോൾ തന്നെ ഞാൻ ഇതിനെ നിയന്ത്രിക്കുന്ന ഹൈപ്പോതലാമിക് ഹോർമോൺ ഏതാണ് എന്നുകൂടി പറഞ്ഞു പോകും. കാരണം രണ്ടും കൂടി ഒരുമിച്ച് പറഞ്ഞാലാണ് നമുക്ക് കൃത്യമായിട്ട് കാര്യം മനസ്സിലാവുന്നത്. സോ ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലെ തൈറോട്രോപ്സ്, നമുക്ക് ആദ്യം സപ്പോസ് ദിസ് യെല്ലോ ഈസ് തൈറോട്രോപ്സ് ആണെന്ന് വിചാരിക്കാം. ഈ തൈറോട്രോപ്സ് ഉണ്ടാക്കുന്ന ഹോർമോൺ, സോ തൈറോട്രോപ്സ് ഉണ്ടാക്കുന്ന ഹോർമോൺ TSH ആണ്. TSH മീൻസ് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ് ഇത് ഉണ്ടാക്കുക. ആൻഡ് ഈ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഇത് ഉണ്ടാക്കണമെങ്കിൽ ആര് തീരുമാനിക്കും? അത് ഹൈപ്പോതലാമസ് തീരുമാനിക്കും. ഹൈപ്പോതലാമസിൽ ആര് തീരുമാനിക്കും എന്ന് വെച്ചാൽ പാരാവെൻട്രിക്കുലാർ ന്യൂക്ലിയസ് തീരുമാനിക്കും. സോ പാരാവെൻട്രിക്കുലാർ ന്യൂക്ലിയസ് അവിടെ നിന്ന് 2 ഹോർമോൺസ് അല്ലെങ്കിൽ ഒരു ഹോർമോൺസ് വിട്ടാലാണ് ഇവിടുന്ന് തൈറോട്രോപ്സിന് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ് ഉണ്ടാക്കാൻ പറ്റും. സോ ഇവിടെ നിന്ന് വരുന്ന ആരാണെന്ന് ചോദിച്ചാൽ, സോ ഹൈപ്പോതലാമിക് ഹോർമോൺ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേര് രണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞു. ഒന്നുകിൽ റിലീസിംഗ് ഹോർമോൺ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ് എന്നായിരിക്കും പേര് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഒന്ന് TRH ആണ്. TRH ആണ്. TRH എന്ന് വെച്ചാൽ തൈറോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ എന്നാണ് അതിന്റെ പേര്, തൈറോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ. ആൻഡ് രണ്ടാമത്തെ അപ്പം എന്തായിരിക്കും? തൈറോട്രോപ്പിൻ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ ആണ്. അത് സാധാരണ ചെയ്യുക G ഗ്രോത്ത് ഹോർമോൺ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ ആണ് ചെയ്യുക. സോ ഹൈപ്പോതലാമസിൽ നിന്ന് TRH ഉണ്ടാവുന്നു, ദെൻ ഇവിടെ നിന്ന് TSH ഉണ്ടാവും, തൈറോട്രോപ്സിൽ നിന്ന് TSH. സോ ദിസ് ഈസ് വൺ ഹോർമോൺ ഫ്രം ദ ആന്റീരിയർ പിറ്റ്യൂട്ടറി ആൻഡ് ദിസ് ഈസ് വൺ ഹോർമോൺ ഫ്രം ദ ഹൈപ്പോതലാമസ്. ഇനി ഹൈപ്പോതലാമസിൽ നിന്ന് തന്നെയുള്ള ദിസ് PVN പാരാവെൻട്രിക്കുലാർ ന്യൂക്ലിയസിൽ നിന്ന് വേറൊരു റിലീസിംഗ് ഹോർമോൺ കൂടി വരുന്നുണ്ട്. അതിന്റെ പേര് CRH എന്നാണ്. CRH മീൻസ് കോർട്ടിക്കോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ എന്നാണ് അതിന്റെ. അപ്പോൾ ഇത് ആക്ട് ചെയ്യുന്ന എവിടെയായിരിക്കും? ദിസ് വിൽ ആക്ട് ഓൺ കോർട്ടിക്കോട്രോപ്സ്. ഇവിടെയുള്ള കോർട്ടിക്കോട്രോപ്സ്. അപ്പോൾ മഞ്ഞ നമ്മൾ തൈറോട്രോപ്സിന് കൊടുത്തെങ്കിൽ നമുക്ക് കോർട്ടിക്കോട്രോപ്സ് ആക്കാം, ഈ പിങ്ക് കളർ. സോ ഇതിൽ നിന്ന് പുറത്തു വരുന്നത് ഹോർമോൺസ് ഈസ് പ്രധാനമായിട്ടും ACTH ആണ്. സോ ACTH ഈസ് അഡിനോകോർട്ടിക്കോട്രോഫിക് ഹോർമോൺ ആണ്, അല്ലെങ്കിൽ അതിന്റെ വേറെ പേര് കോർട്ടിക്കോട്രോഫിൻ എന്നും നമ്മൾ ഇതിനെ വിളിക്കും. ആൻഡ് വേറെണ്ണം കൂടി വരുന്നുണ്ട്, ആൽഫ MSH. ആൽഫ MSH എന്ന് വെച്ചാൽ ആൽഫ മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഇത് നമ്മൾ ആദ്യം പറയാറില്ല, കാരണം ഇതിൽ നിന്ന് ഇതിപ്പോൾ ഒരു വലിയ വീസ് ആണെങ്കിൽ കണ്ടിച്ച് കഴിയുമ്പോൾ കിട്ടുന്നതാണെങ്കിലും നമുക്ക് 2 ഹോർമോണായിട്ട് പറയാം. ACTH ആൽഫ MSH ആണ് ഉണ്ടാക്കുക. ആൻഡ് MSHന്റെ സെക്രീഷൻ തടയുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ അത് തടയുന്നത് ഡോപ്പമിൻ എന്ന് പറയുന്ന ആൾ. സോ അപ്പോൾ ഇവിടെ നമ്മൾ രണ്ടാമത്തെ ഹോർമോൺ പറഞ്ഞത് കോർട്ടിക്കോട്രോഫ് ആണ്. കോർട്ടിക്കോട്രോഫിൽ നിന്നുണ്ടാകുന്നത് ACTH ആണ് പ്രധാനം. ദെൻ രണ്ടാമത്തെ നമുക്ക് എഴുതാം ആൽഫ MSH കൂടി നമുക്ക് എഴുതാം. ആൻഡ് ഇവിടെ നിന്ന് വരുന്നത് ഒന്ന് ഇതായിരുന്നു. അപ്പൊ രണ്ടാമത്തത് ഹൈപ്പോതലാമസ് എന്നുള്ള രണ്ടാമത്തത് CRH ആണ്. ഇനി ഹൈപ്പോതലാമസിലെ മറ്റൊരു ന്യൂക്ലിയസ് ആണ് ആർക്വേറ്റ് ന്യൂക്ലിയസ്. സപ്പോസ് ദിസ് ഈസ് ആർക്വേറ്റ് ന്യൂക്ലിയസ് ആയിട്ട് കൂട്ടുകയാണെങ്കിൽ ഇതിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഹോർമോൺ അതിന്റെ പേര് GnRH ആണ്. GnRH എന്ന് പറയുമ്പോൾ ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ എന്നാണ് അതിന്റെ. ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ. സോ ഇത് ബ്ലഡ് വഴി ഇത് ഇവിടെ എത്തുകയാണ്, വീണ്ടും ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ എത്തുന്നു. ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലെ ഏത് സെല്ല് പ്രവർത്തിക്കും? ഗൊണാഡോട്രോപ്സ് സെൽ. ഗൊണാഡോട്രോപ്സ് നമുക്ക് ബ്ലൂ കളർ, ദിസ് ബ്ലൂ കളർ ക്യാൻ ബി ഗൊണാഡോട്രോപ്സ് ആയിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് 2 തരം ഹോർമോൺസ് ഉണ്ടാകും. ദാറ്റ് ഹോർമോൺസ് വൺ ഈസ് FSH ആണ്, രണ്ടാമത്തത് LH ഓർ ലൂട്ടനൈസിംഗ് ഹോർമോൺ. സോ ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആൻഡ് ലൂട്ടനൈസിംഗ് ഹോർമോൺ. സാധാരണ രീതിയിൽ നമുക്കറിയാം FSH ഇങ്ങനെ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിട്ടുണ്ട്. ലൂട്ടനൈസിംഗ് ഹോർമോൺ പക്ഷേ ഹൈ ഫ്രീക്വൻസി ആയിട്ടുള്ള ഒരു GnRH വന്നാൽ മാത്രമാണ് LH പുറത്തേക്ക് വിടുകയുള്ളൂ. നമുക്കറിയാം ഓവുലേഷൻ സമയത്താണ് അത് വിടുക. ആൻഡ് ഈ FSHനെയും LHനെയും കൂടി ചേർത്തിട്ട് നമുക്ക് ഗൊണാഡോട്രോപ്പിക് ഹോർമോൺസ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ നമ്മൾ സിംപ്ലി ഗൊണാഡോട്രോപ്പിൻസ് എന്ന് പറഞ്ഞാലും FSHും LHും കൂടി ചേർന്നതാണ്. ഇനി ആർക്വേറ്റ് ന്യൂക്ലിയസിൽ നിന്നുള്ള വേറൊരു ഹോർമോൺ, റിലീസിംഗ് ഹോർമോൺ, അതിന്റെ പേര് സപ്പോസ് ദിസ് ഈസ് ദാറ്റ് ആർക്വേറ്റ് ന്യൂക്ലിയസ്. സോ ഇതാണ് ആർക്വേറ്റ് നമ്മൾ പറഞ്ഞു. സോ ആർക്വേറ്റ് ന്യൂക്ലിയസ് എന്നുള്ളൊരു സംഭവത്തിന്റെ പേര് ഗ്രോത്ത് ഹോർമോൺ റിലീസിംഗ് ഹോർമോൺ ആണ്. ഗ്രോത്ത് ഹോർമോൺ റിലീസിംഗ് ഹോർമോൺ. ആൻഡ് വേറൊരാൾ കൂടിയുണ്ട് ഗ്രോത്ത് ഹോർമോൺ ഇൻഹിബിറ്ററി ഹോർമോൺ കൂടിയുണ്ട്. ദെൻ പിന്നൊരാൾ കൂടിയുണ്ട് ഗ്രോത്ത് ഹോർമോൺ ഇൻ റിലീസിംഗ് പെപ്റ്റൈഡ്സ് കൂടിയാണ്. സോ ഇങ്ങനെ 3 ആൾക്കാർ അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. എങ്കിലും ഗ്രോത്ത് ഹോർമോൺ റിലീസിംഗ് ഹോർമോൺ അപ്പോൾ അത് ആക്ട് ചെയ്ത് എവിടെയായിരിക്കും? നമുക്കിപ്പോൾ ഈ കളർ കൊടുക്കുകയാണെങ്കിൽ ഈ പച്ച തന്നെ കൊടുക്കാം. ദിസ് പച്ച കളറിലുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇതാണ്, സൊമാറ്റോട്രോപ്സ് ആണ്. സൊമാറ്റോട്രോപ്സ്. സോ സൊമാറ്റോട്രോപ്സിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഹോർമോണിന്റെ പേരാണ് ഗ്രോത്ത് ഹോർമോൺ എന്നാണ് ഇതിന്റെ പേര്. സോ ഗ്രോത്ത് ഹോർമോൺ. സോ തടയാനായിട്ട് GHIHും ഉണ്ട്. ഇനി ആർക്വേറ്റിൽ നിന്ന് വരുന്ന മറ്റൊരു റിലീസിംഗ് ആൻഡ് ഇൻഹിബിറ്ററി ഹോർമോൺസ് ആണ്. വൺ ഈസ് PRH. സോ നമുക്ക് ഇവിടെ എഴുതാം
PRH. പ്രൊലാക്റ്റിൻ റിലീസിങ് ഹോർമോൺ ആണ്. ദെൻ അനദർ വൺ ഈസ് അപ്പോൾ പ്രൊലാക്റ്റിൻ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ ആണ്. പ്രൊലാക്റ്റിൻ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ അത് വേറെ സാധനമാണ്. ശരിക്കും ഡോപ്പമിൻ തന്നെയാണ് ഈ പ്രൊലാക്റ്റിൻ ഇൻഹിബിറ്ററി ഹോർമോൺ. സോ അവിടെ നിന്ന് ഇപ്പോൾ PRH വിടുന്നു. PRH വിട്ട് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് താഴത്തേക്ക് എത്തുന്നു. ഇവിടെ ആക്ട് ചെയ്യുന്ന ഏത് സെല്ലാണ് നമുക്ക് കളർ ഈ ബ്രൗൺ. സോ ദിസ് സെൽ ആൻഡ് ഈ സെല്ലിന്റെ പേര് ലാക്ടോട്രോപ്സ് ആണ്. ലാക്ടോട്രോപ്സിൽ നിന്ന് അപ്പം എന്തായിരിക്കും വിടുക? പ്രോലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ ആയിരിക്കും ഇവിടെ നിന്ന് വരും. സാധാരണ രീതിയിൽ എപ്പോഴും ദിസ് ഇൻഹിബിറ്ററി ഹോർമോൺ ആണ് ഇവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കും. ഒരു സ്ത്രീ ഗർഭിണിയായെങ്കിൽ മാത്രമാണല്ലേ നമുക്ക് പ്രോലാക്റ്റിൻ ലാക്ടേഷനൊക്കെ ആവശ്യമുള്ളൂ. സോ അപ്പോൾ മാത്രമാണ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ വിടുക. അല്ലെങ്കിൽ സാധാരണ എപ്പോഴും ഇൻഹിബിഷൻ ആയിരിക്കും നടന്നുകൊണ്ടിരിക്കും. സോ ഇത്രയാണ് ഹോർമോൺ. സോ ഇനി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. സോ നമ്മളിപ്പോൾ എന്നൊക്കെ പറഞ്ഞത് നമ്മളിപ്പോൾ ഹൈപ്പോതലാമസ് ഹോർമോൺസും പറഞ്ഞു, പിറ്റ്യൂട്ടറി ആന്റീരിയർ പിറ്റ്യൂട്ടറിയും പറഞ്ഞു. ഇനി എക്സാമിന് ചിലപ്പോൾ റെഗുലേഷൻ ഓഫ് ആന്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും നിങ്ങൾ നോക്കണ്ട. വാട്ട് ദേ ആസ്ക് ഈസ് അബൌട്ട് ഹൈപ്പോതലാമിക് ഹോർമോൺസിനെ പറ്റിയാണ് ചോദ്യം എന്നൊന്ന് ഓർത്തിരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ഒരു കംപ്ലീറ്റ് ഏതൊക്കെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ, സോ പിറ്റ്യൂട്ടറിയിൽ നിന്ന് നമ്മൾ പറഞ്ഞത് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്ന് ഇവിടെ ഓക്സിറ്റോസിൻ ഉണ്ട്, ADH ഉണ്ട്. ADH ഒന്ന് ഓക്സിറ്റോസിൻ, 2 ADH. ഇത് രണ്ടും പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയാണ്. ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നമ്മൾ പറഞ്ഞത് ഒന്ന് തൈറോട്രോപ്സിൽ നിന്ന് TSH പറഞ്ഞു, അപ്പോൾ മൂന്നാമത്തേതാണ്. ദെൻ കോർട്ടിക്കോട്രോപ്സിൽ നിന്ന് ഇത് 4ാമത്തെയാണ്. ഇതിന് നമുക്ക് വേണമെങ്കിൽ 5ാമത്തായിട്ട് കൂട്ടാം. ആൽഫ MSH 5ാമത്തായിട്ട് കൂട്ടാം. സാറിന് അത് കൂട്ടാറില്ല പല ആൾക്കാരും. ദെൻ പിന്നെ 6ാമത്തത് FSH ആണ്, 7ാമത്തത് LH ആണ്. ഓക്കെ. ദെൻ 8ാമത്തത് ഗ്രോത്ത് ഹോർമോൺ ആണ്. ആൻഡ് പിന്നെ ഉള്ളത് ലാക്ടോട്രോപ്സിൽ നിന്ന് വരുന്ന പ്രോലാക്റ്റിൻ ആണ്. സോ 9 എണ്ണം. അല്ലെങ്കിൽ ഇത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 8 എണ്ണം. അതുകൊണ്ടാണ് ഞാൻ 8+1 എന്ന് പറഞ്ഞു. ഇനി വേറൊരാൾ കൂടി ഇപ്പൊ ഉണ്ട് കേട്ടോ, ചില ബുക്കിലൊക്കെ കാണുന്നുണ്ട്. ബീറ്റാ ലിപ്പോ പ്രോട്ടീൻ എന്ന് പറയുന്ന ആൾ കൂടി ഇവിടെ നിന്ന് ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. സോ വാട്ട് ആർ ദ ഹൈപ്പോതലാമിക് ഹോർമോൺസ്? ഹൈപ്പോതലാമിക് ഹോർമോൺസ് നമ്മൾ കണ്ടത് ആദ്യം TRH ആണ് കണ്ടത്. സോ ദിസ് ദ ഫസ്റ്റ് വൺ. രണ്ടാമത്തെ നമ്മൾ കണ്ടത് CRH ആണ്. സോ രണ്ടാമത്തത് 1, 2 I. ദെൻ GnRH നമ്മൾ കണ്ടു. GnRH എവിടെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്? സോ GnRH ഇതാണ് മൂന്നാമത്തത്. ദെൻ 4ാമത്തത് ഇതാണ് ഗ്രോത്ത് ഹോർമോൺ, റിലീസിംഗ് ഹോർമോൺ, ഇൻഹിബിറ്ററി ഹോർമോൺ ആൻഡ് പെപ്റ്റൈഡ്. സോ 4, 5, 6. ഇനിയുള്ളത് PRH ആണ്. PRH അപ്പോൾ 7ാമത്തെ ആണ്. ആൻഡ് പിന്നെ 8ാമത്തത് PIH ആണ്. സോ 8. സോ ഇങ്ങനെ 8 ഹോർമോൺസ് ആണ് ഹൈപ്പോതലാമസിൽ നിന്നുള്ള റിലീസിംഗ് ആൻഡ് ഇൻഹിബിറ്ററി ഹോർമോൺസ്. ഇത് 9 എണ്ണം അല്ലെങ്കിൽ 8+1 ആണെന്ന് നമ്മൾ പറഞ്ഞത്. ആന്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ രണ്ടും കൂടി ചേർത്തിട്ടുള്ള പിറ്റ്യൂട്ടറി ഹോർമോൺ. സോ എക്സാമിന് പലപ്പോഴും ആന്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺസ് മാത്രമായിട്ട് ചോദിക്കാം, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺസ് മാത്രമായിട്ടും ചോദിക്കാം. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.